Good morning, students. അടുത്ത യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ ഇതാണ്. Find the Fourier sine transform of the function f of x is equal to 1, 0 less than x less than 1, minus 1, 1 less than x less than 2, 0 x greater than 2. ജൂലൈ 2021 7 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് KTU ചോദിച്ചതാണ്. ഈ ഒരു പ്രോബ്ലം നമുക്ക് വർക്ക്ഔട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ കണ്ടുപിടിക്കേണ്ടതാണ് ഫോറിയർ സൈൻ ട്രാൻസ്ഫോം ആണ്. ഫോറിയർ സൈൻ ട്രാൻസ്ഫോമിന്റെ റെപ്രസെന്റേഷൻ എന്താണ്? fs of x. fs of x എന്ന് പറഞ്ഞാൽ എന്താണ്? ഫോറിയർ സൈൻ ട്രാൻസ്ഫോം. അതിന്റെ ഫോർമുല എഴുതണം. ഫോർമുല എന്താണ്? റൂട്ട് ഓഫ് 2/π ഇന്റഗ്രൽ 0 to infinity f of x sin sx dx. ഇതാണ് ഫോർമുല. ഇവിടെ നമ്മൾ റൂട്ട് ഓഫ് 2/π, ഇവിടെ നമ്മുടെ ഫംഗ്ഷൻ തന്നിരിക്കുന്നത് 3 ഇന്റർവെല്ലാണ്. 0 മുതൽ 1 വരെ ഫംഗ്ഷന്റെ വാല്യൂ 1 ആണ്. 1 to 2 ഫംഗ്ഷന്റെ വാല്യൂ -1 ആണ്. x ഗ്രേറ്റർ ദാൻ 2 ഫംഗ്ഷന്റെ വാല്യൂ 0 ആണ്. അപ്പൊ നമ്മളിവിടെ എന്ത് ചെയ്യണം? 0 to 1 നമ്മുടെ ഫംഗ്ഷന്റെ വാല്യൂ 1 എഴുതാം. 1 into sin sx dx. രണ്ടാമത്തെ കേസിൽ 1 to 2 -1 into sin sx dx. മൂന്നാമത്തെ കേസിൽ 0 ആണ്. മൂന്നാമത്തെ കേസിൽ നമുക്ക് എഴുതേണ്ട ആവശ്യമില്ല. ഫംഗ്ഷൻ ഡിഫൈൻഡ് ഓൺലി in 0 to 1 and 1 to 2. In all other cases function value will be 0. ഇനി നമുക്ക് അതിനെ ഇന്റഗ്രേറ്റ് ചെയ്യാം. ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ റൂട്ട് ഓഫ് 2/π ഇവിടെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ മൈനസ് കോസ് sx ഡിവൈഡഡ് ബൈ s. സൈൻ sx നെ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ മൈനസ് കോസ് sx ബൈ s. x ന്റെ കോഎഫിഷ്യന്റ് s താഴെ എഴുതുന്നു. ദെൻ ലോവർ ലിമിറ്റ് 0, അപ്പർ ലിമിറ്റ് 1. ഇനി ഇവിടെ മൈനസ് നമ്മൾ പുറത്തേക്ക് എടുത്തു. സൈൻ sx നെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ മൈനസ് കോസ് sx ഡിവൈഡഡ് ബൈ s. ലോവർ ലിമിറ്റ് 1, അപ്പർ ലിമിറ്റ് 2. ഇന്റഗ്രേഷൻ പാർട്ട് കഴിഞ്ഞു. ദിസ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 2/π then ഇവിടെ മൈനസ് 1/s നമ്മൾ പുറത്തേക്ക് എടുത്തു. ഇനി എക്സിന് 1 കൊടുക്കുമ്പോൾ കോസ് s വരും. എക്സിന് 0 കൊടുക്കുമ്പോൾ കോസ് 0 1 വരും. അപ്പൊ ഇങ്ങനെ വരും ആദ്യത്തെ കേസില്. രണ്ടാമത് ഈ മൈനസ് വരും പ്ലസ് ആക്കുന്നു. 1/s പുറത്തേക്ക് എടുക്കുന്നു. എക്സിന് 2 കൊടുക്കുമ്പോൾ കോസ് 2s, എക്സിന് 1 കൊടുക്കുമ്പോൾ കോസ് s. ഇന്റഗ്രേഷൻ പാർട്ട് കഴിഞ്ഞു. അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്തു? ഇന്റഗ്രേഷൻ പാർട്ട് കഴിഞ്ഞു. നമ്മൾ ലിമിറ്റും അപ്ലൈ ചെയ്തു. അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും അപ്ലൈ ചെയ്തു. അപ്പൊ നമുക്ക് കിട്ടുന്ന ആൻസർ എന്താണ്? റൂട്ട് ഓഫ് 2/π. ഇവിടെ ഫസ്റ്റ് ടൈം നോക്കിയേ. ഇവിടെ മൈനസ് 1/s കോസസ്, മൈനസ് 1/s കോസസ്. ഇത് ഗുണിച്ച് നോക്കിയേ പ്ലസ് 1/s. അടുത്ത ടൈം എന്താണ്? 1/s കോസ് 2s. അടുത്ത ടൈം എന്താണ്? 1/s. അടുത്ത ടൈം 1/s കോസ് s. അങ്ങനെ നമ്മൾ എല്ലാ ബ്രാക്കറ്റ് റിമൂവ് ചെയ്യും. ഈ ബ്രാക്കറ്റ് റിമൂവ് ചെയ്ത് ഫൈനൽ ആൻസറിലേക്ക് എഴുതാണ്. ഫൈനൽ ആൻസർ എഴുതുമ്പോൾ this is equal to Fourier sine transform is equal to root of 2/π. ഇവിടെ മൈനസ് 1/s കോസസും മൈനസ് 1/s കോസസും. അപ്പൊ നമുക്ക് എന്ത് വരും? മൈനസ് 2 cos s ബൈ s. ഈ ആദ്യത്തെ ടൈമും അവസാനത്തെ ടൈമും കൊണ്ട് ഒരുമിപ്പിച്ചപ്പോൾ മൈനസ് 2 cos s ബൈ s കിട്ടി. പിന്നെ രണ്ടാമത്തെ ടൈം നമുക്ക് 1/s cos 2s. പിന്നെ എന്താണ്? 1/s. അപ്പൊ നമ്മുടെ ആൻസർ എന്താണ്? fs of x is equal to root of 2/π minus 2 cos s by s plus 1/s cos 2s plus 1/s. ഇതിന്റെ എല്ലാത്തിന്റെയും LC എത്രയാണ്? s ആണ്. അപ്പൊ നമുക്ക് ഒന്നുകൂടി നമുക്ക് അതിനെ സിംപ്ലിഫൈ ചെയ്ത് എഴുതാം. അങ്ങനെ സിംപ്ലിഫൈ ചെയ്ത് എഴുതുമ്പോൾ this is equal to root of 2/π s ആണ്. അപ്പൊ ആദ്യം നമ്മൾ cos 2s എഴുതുന്നു. then cos 2s minus 2 cos s then plus. Final answer Fourier sine transform of the function. Fourier sine transform of the function the answer is root of 2/π cos 2s minus 2 cos s plus 1/s. ഇങ്ങനെയാണ് നമുക്ക് ഇതിന്റെ ആൻസർ കിട്ടുക. ഇത് ജൂലൈ 2021 7 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് KTU ചോദിച്ചതാണ്. 7 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട്. അപ്പൊ ഇവിടെ നമ്മൾ തന്നിരിക്കുന്ന ഫംഗ്ഷൻ 3 ഇന്റർവെല്ലാണ് തന്നിരിക്കുന്നത്. അപ്പൊ നമ്മുടെ ഫോറിയർ സൈൻ ട്രാൻസ്ഫോമിന്റെ ഫോർമുല എന്താണ്? fs of s is equal to root of 2/π
ഇന്റഗ്രൽ 0 to infinity f of x sin sx dx ആണ്. അപ്പൊ തന്നിരിക്കുന്ന ഫംഗ്ഷൻ f of x 0 to infinity എന്നുള്ളതിന് 3 ഇന്റർവെല്ലിലേക്ക് നമ്മൾ മാറ്റുന്നു. 0 to 1, 1 to 2 ആൻഡ് 2 to infinity. അപ്പൊ അതില് 0 to 1 ഫംഗ്ഷന്റെ വാല്യൂ 1 ആണ്, 1 to 2 ഫംഗ്ഷന്റെ വാല്യൂ -1 ആണ്, ഈ നോൺ എന്താണ് 0 ആണ്. അത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, അതിനുശേഷം അതിനെ ഇന്റഗ്രേറ്റ് ചെയ്തു, ലിമിറ്റ് അപ്ലൈ ചെയ്തു. അങ്ങനെ ലിമിറ്റ് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഫൈനൽ ആയിട്ട് കിട്ടുന്ന ഫോറിയർ സൈൻ ട്രാൻസ്ഫോം ഓഫ് ഫംഗ്ഷൻ വിൽ ബി √2 ബ്രാക്കറ്റിലെ cos 2s - 2 cos s +1 / s എന്നാണ്. എല്ലാവരും നോട്ട് ചെയ്തെടുത്തോളൂ കേട്ടോ.